കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഈ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചൂട് കൂടുകയാണ്, കരുതലും കൂട്ടാം. ജില്ലയിൽ 2 ദിവസത്തിനു ശേഷം ചൂട് വീണ്ടും ഉയർന്നു. മുണ്ടൂരിലെ ചൂട് 39.4 ഡിഗ്രി സെൽഷ്യസിലെത്തി. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ വേനൽക്കാല രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം. അതെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ OPDയിലും ചൂട് കൂടിയ സമയത്തുണ്ടാകുന്ന അസുഖങ്ങളായിട്ടുള്ള വയറിളക്കം, ഛർദി, മൂത്രത്തിൽ പഴുപ്പ്, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം കൂടി വരുന്നതായി കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ചൂട് കൂടിയ സമയത്ത് ആരോഗ്യ മേഖലയിൽ നിന്ന് പല മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ചൂട് കൂടിയ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ചികിത്സാ രീതി എന്തെല്ലാമാണ്, ഓരോരുത്തരും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ചൂട് കൂടിയ സമയത്ത് കൂടുതലായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് പ്രധാനമായും 5ആയി തിരിക്കാം. ആദ്യത്തേത് ചൂട് മൂലം ഡയറക്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണവും അതുപോലെ തന്നെ സൺബേൺ അഥവാ ചൂട് മൂലമുണ്ടാകുന്ന പൊള്ളലും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളായി രോഗിക്ക് അമിതമായി ക്ഷീണം അനുഭവപ്പെടുക, ദാഹം അനുഭവപ്പെടുക ഇവയെല്ലാം ഉണ്ടായേക്കാം. ഇതിനെ ചികിത്സിച്ചില്ലെങ്കിൽ രോഗിക്ക് തലചുറ്റലുണ്ടാവുക, ബോധക്ഷയമുണ്ടാവുക, അപസ്മാരമുണ്ടാവുക ഇവയെല്ലാം ഉണ്ടാകാം. ഇതിനെയാണ് സൺസ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ. വായുവിലൂടെ പകരുന്ന അസുഖങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മീസിൽസ് അഥവാ 5ആം പനി, മംസ് അഥവാ താടവീക്കം, അതുപോലെ ചിക്കൻ പോക്സ് അഥവാ ചൊള്ള. മീസിൽസും മംസും എല്ലാം സാധാരണ കാണുന്നത് കുട്ടികളിലാണ്. എന്നാൽ ചിക്കൻ പോക്സ് ഒരു അഡോളസൻ്റ് ഏജ് അല്ലെങ്കിൽ കൗമാരപ്രായക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. അടുത്തതാണ് വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് ലഭ്യമല്ല. പലരും ലൈൻ വെള്ളവും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. മാലിന്യം കലർന്ന വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്നത് വഴിയാണ് ഈ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇവയെല്ലാം. നാലാമത്തേതാണ് ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ. ഇത് കൂടുതലായി കണ്ടുവരുന്നത് കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നവരിലോ അല്ലെങ്കിൽ പോളിസ്റ്റർ ഡ്രസ്സുകൾ ധരിക്കുന്നവരിലോ എല്ലാമാണ്. നാം പോളിസ്റ്റർ ഡ്രസ്സോ മറ്റോ ധരിക്കുമ്പോൾ അത് വിയർപ്പിനെ ആഗിരണം ചെയ്യുന്നില്ല. ആ സമയത്ത് വിയർപ്പ് നിൽക്കുന്നു, അതിൽ രോഗാണുക്കൾ വളരുന്നു, അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് അഥവാ പൂപ്പലുണ്ടാകുന്നു. ഇത് സാധാരണ കാണുന്നത് നമ്മുടെ കക്ഷത്തിലും കാലിൻ്റെ അഴകിലെല്ലാമാണ്. അഞ്ചാമത്തേതാണ് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ. ഈ വേനൽക്കാലത്ത് കാണുന്ന മൂത്രസംബന്ധമായ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മൂത്രത്തിൽ പഴുപ്പും മൂത്രത്തിൽ കല്ലും. ഈ ചൂട് കൂടിയ സമയത്ത് നാം എത്ര വെള്ളം കുടിച്ചാലും മതിയാകില്ല. ആ സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ രോഗാണുക്കൾ വളരാൻ തുടങ്ങുന്നു, രോഗാണുക്കൾ പെരുകുന്നു, അങ്ങനെ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രത്തിൽ കല്ലും രൂപപ്പെടാൻ തുടങ്ങുന്നു. ഈ ചൂട് കൂടിയ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരിലെല്ലാമാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികളിലാണ് മീസൽസ്, മംസ്, ചിക്കൻ പോക്സ് ഇവയൊക്കെ കൂടുതലായി കാണുന്നത്. എന്നാൽ വയസ്സായവരിലാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണവും അതുപോലെ വയറിളക്ക സംബന്ധമായ അസുഖങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഇനി ഈ വേനൽക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നാം പറഞ്ഞു, വേനൽക്കാല അസുഖങ്ങൾ പ്രധാനമായും 5 തരത്തിലുണ്ടെന്ന്. ആദ്യത്തേതാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണവും സൺബേൺ എല്ലാം. ഡീഹൈഡ്രേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദിവസവും ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക, അല്ലെങ്കിൽ 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരു 11 മണിക്ക് മുന്നേ ജോലിയെല്ലാം തീർക്കുക. ബാക്കി ജോലികൾ ഒരു 3 മണിക്ക് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇനി സൺബേൺസ് നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അഥവാ സൂര്യൻ മൂലമുണ്ടാകുന്ന പൊള്ളലിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം. ഇതിനായി ഡ്രസ്സുകൾ കഴിവതും ഫുൾ കൈയുള്ള ഡ്രസ്സുകൾ ധരിക്കുക. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻസ് ഉപയോഗിക്കുക. ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മിനിമം 50 ഉള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. അടുത്തതാണ് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ. വായുവിലൂടെ പകരുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം. കൊറോണ സമയത്ത് നാം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. കഴിവതും മാസ്ക് ധരിക്കുക. രോഗമുള്ളവർ വീടിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഹാൻഡ് ഹൈജീൻ നാം കൊറോണ സമയത്ത് പഠിച്ചു എങ്ങനെയാണ് കൈ കഴുകേണ്ടത്. ഇത്തരത്തിൽ കൈയെല്ലാം വൃത്തിയായി കഴുകുന്നത് വഴി നമുക്ക് വായുജന്യമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇനി വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം. മൂന്നാമത്തേതാണ് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മാലിന്യം കലർന്ന വെള്ളമോ ഭക്ഷണമോ കഴിക്കാതിരിക്കുക. ഭക്ഷണം പരമാവധി അടച്ചു വെക്കാൻ ശ്രമിക്കുക.
നാലാമത്തേതാണ് ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ. ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ടൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കറുപ്പ് കളറിലുള്ള ഡ്രസ്സുകളും പോളിസ്റ്റർ ഡ്രസ്സുകളൊക്കെ കൂടുതലായി ധരിക്കുന്ന ആളുകളിലാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സുകൾ പരമാവധി ഉപയോഗിക്കുക, കോട്ടൺ ഡ്രസ്സുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുവഴി നമുക്ക് ഈ തൊലി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അടുത്തതാണ് മൂത്രത്തിൽ പഴുപ്പും മൂത്രത്തിൽ കല്ലുമെല്ലാം. മൂത്രത്തിൽ പഴുപ്പും കല്ലുമെല്ലാം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കുക. 2-2.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. വെള്ളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ഇത്തരത്തിലുള്ള പഴമാണ് നമ്മുടെ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മെലോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് 92% വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു 2-3 കഷ്ണം തണ്ണിമത്തൻ കഴിക്കാൻ ശ്രമിക്കുക. തണ്ണിമത്തൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. മുരിങ്ങ, ചീര, വെള്ളരിക്ക, സ്ട്രോബെറി ഇതിലൊക്കെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വേനൽക്കാല അസുഖങ്ങൾ ഏതെല്ലാമാണെന്നും അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളും ചികിത്സാ രീതികളൊക്കെ നമ്മൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു.